സൂപ്പർ മൂവി, എല്ലാരും കണ്ടിരിക്കുന്ന പടം, അടിപൊളി അടിപൊളി പടമാണ്. ഒരു രക്ഷയില്ല, ദി ബെസ്റ്റ്. മഞ്ഞുവൽ ബോയ്സ്, നമ്മുടെ മഞ്ഞുവൽ ബോയ്സ് അടിപൊളി പടം. വൺ ഓഫ് ദ ബെസ്റ്റ് സർവൈവൽ ത്രില്ലേഴ്സ് ഇൻ മലയാളം സിനിമ. മഞ്ഞുവൽ ബോയ്സ് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസ് തിയേറ്ററിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. കാരണം റിയൽ ലൈഫ് ഇൻസിഡന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടത് ഹാർട്ട് ടച്ച് ചെയ്യും. ആക്ട് ചെയ്തേക്കുന്ന എല്ലാവരും സൂപ്പർവായിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഫ്രണ്ട്ഷിപ്പിന്റെ വൈബ് അറിയാവുന്നവർ എക്സ്പെഷ്യലി ഈ പടം തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, ഡോണ്ട് മിസ് ഇറ്റ്, മസ്റ്റ് വാച്ച്. തിയേറ്റർ എക്സ്പീരിയൻസ് ഫിലിം തന്നെയാണ് മഞ്ഞുവൽ ബോയ്സ്. ഉള്ളിൽ ടച്ച് ചെയ്തിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നു. പടം സൂപ്പറാണ്. എല്ലാവരുടെ അടിപൊളി പെർഫോമൻസും, ഭയങ്കര സങ്കടമൊക്കെ വരും അവസാനം. ഭയങ്കര ഗൂസ്ബംസ് മൊമെന്റ് ഒക്കെ ഉള്ള സിനിമയാണ്. മൊത്തത്തിൽ കിടിലമാണ്. നമുക്കൊരു പോയിന്റ് പോലും ലാഗൊന്നുമില്ല. സൂപ്പർ പടം. റിയൽ ലൈഫ് സ്റ്റോറിയാണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ സീറ്റിന്റെ അറ്റത്ത് ഇങ്ങനെ ഇരുത്തും. ഭയങ്കര പേടിയാവും, നമുക്ക് ആങ്ഷ്യസ് ആവും നമ്മള്. അങ്ങനത്തെ ഒരു പടമാണ്. ചോദ്യം ചോദിക്കാം. ഞാൻ പടം കണ്ടു. എടുത്തു പറയാവുന്ന ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ട്വിസ്റ്റലുണ്ട്. ഭാഷയുടെയും ഷൗബിന്റെ അഭിനയങ്ങളാണ്. നല്ല പടം, നല്ല മൂവിയാണ്. പടം നന്നായിട്ടുണ്ട്, അതിഗംഭീരമായിട്ടുണ്ട്. സൗബികയുടെയും ഭാഷയുടെയും എല്ലാവരും ഒന്നിനൊന്നും മെച്ചായിരുന്നു. എല്ലാരും ഞാൻ എല്ലാവരും ഇപ്പൊ കണ്ടു. അടിപൊളിയായിട്ട് എല്ലാവർക്കും എനിക്ക് കംപ്ലീറ്റ് എൻഗേജിങ് ആയിട്ടാണ് പോയത്. ഒരു സർവൈവൽ എങ്ങനെയാ അങ്ങനൊന്നും ടൈമൊന്നും ആലോചിച്ചിട്ടില്ല. നല്ല എൻജോയ് നന്നായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് നമ്മളിങ്ങനെ മുഴുവനയിൽ വെറുതെ നല്ല നല്ല ഇമോഷൻസ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പടമായിരുന്നു, മസ്റ്റ് വാച്ച് ആണ്. അത് മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. സെക്കൻഡ് ഹാഫ് ഞാൻ സ്നാക്സ് മേടിച്ചിട്ട് മറ്റിങ്ങനെ നിൽക്കണം. പക്ഷെ അത്ര എക്സൈറ്റ്മെന്റ് ആ ഫീൽഡിൽ ഫുൾ ഇൻവോൾവ് ആയിട്ട് നമുക്ക് കണ്ണ് അടക്കാൻ പോലും തോന്നുന്നില്ല. അത്ര അടിപൊളി എക്സ്പീരിയൻസ്. സെക്കൻഡ് ഹാഫ് അടിപൊളി. ഇല്ല, ശ്രീനാഥ് ബാസിയുടെ ശക്തവും വ്യത്യസ്തമായ ക്യാരക്ടറിൽ മഞ്ഞുവൽ ബോയ്സ് ആറാടി മുഖം എന്ന് പറയാം. മന്ത്രമൊന്നും അറിയില്ലടാ, കുടിശ്ശകളൊന്നും പറയില്ലടാ, മന്ത്രമൊന്നും അറിയില്ലടാ, കുടിശ്ശകളൊന്നും പറയില്ലടാ. മഞ്ഞുവൽ ബോയ്സ് ഗംഭീര സിനിമയാണ്. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ച അതിസാഹസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ചിദംബരത്തിന്റെ ഏർഷം മികച്ചാണ്. ശ്രീനാഥ് ബാസിയും സൗബിൻ സാറും ആറാടി അഭിനയിച്ചു, രക്ഷയില്ല. ഗണപതി അഭിറാമേട്ടനൊക്കെ ശക്തമായിട്ട് അഭിനയിച്ചു. ബാലവർഗീസ്, അങ്ങനെ ഒരുപാട് സ്റ്റാർ വാലുകൾ നടന്മാരിയോ യുവാക്കൾ അഭിനയിച്ച ഗംഭീര സിനിമയാണ്. അപ്പൊ തിയേറ്ററിൽ നിന്ന് കാണേണ്ട അതിശക്തമായിട്ടുള്ള സിനിമ. താങ്ക് യു. ടോപ്പ് ടു ബോട്ടം സൂപ്പറാണ്. എല്ലാവരുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. സൗബിന്റെ എല്ലാവരെയും എടുത്താണ് ശ്രീനാഥ് ബാസി, എല്ലാവരും അടിപൊളി ചെയ്തിട്ടുണ്ട്. ആ ഫുൾ ടീമിന് കൺഗ്രാഷൻസ്. ആൻഡ് സുശിശാന്ത മ്യൂസിക് അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച് ആ ഒരു ഭീതിയുടെ എലമെന്റ് ശരിക്കും ഉണ്ടാവുന്നു. പിന്നെ ആ സെറ്റ് സൂപ്പർ ആയിട്ടുണ്ട്. നമുക്കൊരു സീനിൽ പോലും ഒരു ക്രിയേറ്റഡ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്ത് തോന്നില്ല. ഇറങ്ങിയുള്ളൂ ഇവിടെ എല്ലാവരും കൈയടിച്ചു. ബാക്കി റെസ്പോൺസിബിൾ ആയിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. എന്നാൽ നല്ല വിശ്വാസമുണ്ട്. നല്ല രീതിയിൽ